ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് മുഖപത്രം തന്നെ ഇങ്ങനെ നേതാക്കൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് സ്മിത. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായ ഒരു വീഡിയോ ഉണ്ട്. അത് KC വേണുഗോപാലും VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയും അവിടെ വെച്ച് നടത്തുന്ന ചില ഉന്തും തള്ളും അത് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മാത്രവുമല്ല, അത് CPM കേഡറുകൾ, CPM ഹാൻഡിലുകൾ അതുമായി ബന്ധപ്പെട്ട് അത് ആ കാര്യത്തെ കാര്യമായി വിമർശിക്കാൻ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. സംഘടനാ അച്ചടക്കത്തിൽ മുൻപ് തന്നെ കോൺഗ്രസിൽ ചില വിമർശനങ്ങൾ ഉയർന്നതാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം സംഘടനാ അച്ചടക്കം വിട്ടുകളിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി മുഖപത്രത്തിൽ തന്നെ വീക്ഷണത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു വിമർശനം പ്രത്യക്ഷപ്പെടുന്നത്. പരിപാടികളിൽ മുഖം കാണിക്കാൻ ഇടിച്ചു കയറുന്ന കോൺഗ്രസ് നേതാക്കളെ പൂർണ്ണമായും വിമർശിച്ചാണ് ആ ലേഖനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് മഹത്തായ പരിപാടികളെയും ഇത്തരക്കാർ പരിഹാസ്യരാക്കുന്നു. അതേപോലെ കോൺഗ്രസിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുത്. വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തുകയെന്ന നിർബന്ധിത ബുദ്ധി വേണ്ട. അത് പാർട്ടിയെ തെറ്റായി സമീപിക്കാനുള്ള മറ്റുള്ളവർക്കിടയിൽ പാർട്ടിയെ തെറ്റായി സമീപിക്കാൻ സാഹചര്യം ഉണ്ടാക്കും എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും നേതാക്കളെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലേഖനം കോൺഗ്രസിനുള്ളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, നേതൃയോഗങ്ങളിലടക്കം ഇത്തരം സമീപനങ്ങളെക്കുറിച്ച് മുൻപും ചില ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. യുവ നേതാക്കളടക്കം അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഈ ലേഖനം കൂടി വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ ആഭ്യന്തരമായി വിഷയം എങ്ങനെ മാറുമെന്നുള്ളതാണ് രാഷ്ട്രീയമായ ആകാംക്ഷയെ മാറുന്നത്. പ്രവിത. അതെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പാർട്ടിയുടെ പത്രത്തിൽ തന്നെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ചർച്ചയാകും. പക്ഷേ ഈ ഒരു സ്വയം വിമർശനം അത് വളരെ നല്ലതാണ്. അതിപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിന് മാത്രമല്ല, മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു സ്വയം വിമർശനം അത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പരസ്യമായി നമ്മളെ തന്നെ അപഹാസ്യരാക്കുന്നത് പോലെയാണ്. അതല്ല, കോൺഗ്രസ് ഇപ്പം മുഖംമനിക്കലിന്റെ പാതയിലാണ്. അപ്പം പക്ഷെ എന്നാലും സ്വന്തം പാർട്ടി പത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു വിമർശനം വരുന്നത് വലിയ ചർച്ചയാവും. എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല, നേതാക്കൾക്കൊക്കെ തന്നെ. അത് ഇന്ന് ഈ വാർത്താ പകലിൽ മിക്കവാറും അതിൻ്റെ തുടർ അനുരണനങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം പലരും അതിൽ പ്രതികരണം അറിയിക്കാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.